ഉരസൽ മൂലം വസ്തുക്കൾ ചാർജ് ചെയ്യാമെന്നും ഇപ്രകാരം ചാർജ് ചെയ്ത വസ്തുക്കൾ ഉപയോഗിച്ച് മറ്റു വസ്തുക്കളെ എങ്ങനെ ചാർജുള്ളതാക്കി മാറ്റാമെന്നും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഈ വൈദ്യുതിക്ക് ഒരിക്കലും ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാനുള്ള കഴിവില്ല. അതിന് ഒഴുകുന്ന വൈദ്യുതിയാണ് ആവശ്യം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ധാരാവൈദ്യുതി അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എല്ലാ കൂട്ടുകാർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. പോസിറ്റീവായി ചാർജ് ചെയ്ത ഒരു ഇലക്ട്രോസ്കോപ്പാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രോസ്കോപ്പിനെ ഒരു ചാലകം ഉപയോഗിച്ച് ഈ സ്വിച്ച് മുഖേന ഭൂമിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഇലക്ട്രോസ്കോപ്പിനകത്തെ ചാർജ് നിശ്ചലമാണ്. എന്നാൽ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്നും ഇലക്ട്രോസ്കോപ്പിലേക്ക് സഞ്ചരിച്ച് ഇതിനകത്തെ പോസിറ്റീവ് ചാർജിനെ നിർവീര്യമാക്കുന്നു. പക്ഷേ ഈ ക്രമീകരണത്തിൽ വൈദ്യുത പ്രവാഹം ഒരിക്കലും തുടർച്ചയായി നിലനിൽക്കുന്നില്ല. ഒരു സെൽ, ബൾബ്, സ്വിച്ച് എന്നിവ ഉൾപ്പെടുന്ന ഒരു സർക്യൂട്ടാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ സർക്യൂട്ടിലെ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് തുടർച്ചയായ വൈദ്യുത പ്രവാഹം സാധ്യമാകുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ഈ സർക്യൂട്ടിൽ വളരെ കുറഞ്ഞ സമയത്തേക്കും രണ്ടാമത്തെ ഈ സർക്യൂട്ടിൽ തുടർച്ചയായും ചാർജിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. ചാർജുകളുടെ ചലനം മൂലമാണ് വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കപ്പെടുന്നത്. ചാലകങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ വഴിയും ഇലക്ട്രോലൈറ്റുകളിലും വാതകങ്ങളിലും അയോണുകൾ വഴിയുമാണ് വൈദ്യുത പ്രവാഹം സാധ്യമാകുന്നത്. അടുത്തതായി നമുക്ക് വൈദ്യുത ചാർജ് പ്രവഹിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ രണ്ട് ചിത്രങ്ങളും നമുക്കൊന്ന് നിരീക്ഷിച്ച് നോക്കാം. ഈ ബോൾ വീഴുന്നത് മുകളിൽ നിന്നും താഴേക്കാണ്. അതുപോലെ ജലം ഒഴുകുന്നതും ഉയരത്തിൽ നിന്നും താഴേക്കാണ്. അതായത് ഉയർന്ന ഊർജ്ജനിലയിൽ നിന്നും താഴ്ന്ന ഊർജ്ജനിലയിലേക്കാണ് ഈ പ്രവാഹം നടക്കുന്നത്. അതുപോലെ വായു ഒഴുകുന്നതും മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ്. അപ്പോൾ എല്ലാതരം പ്രവാഹങ്ങളും ഉണ്ടാകണമെങ്കിൽ ഊർജ്ജനിലയിൽ വ്യത്യാസമുള്ള രണ്ടു സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കണം. അടുത്തതായി നമുക്ക് ഈ രണ്ട് ചിത്രങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കാം. ഈ വാൽവ് തുറന്നാൽ ഏതിലായിരിക്കും ജലത്തിൻ്റെ പ്രവാഹം നടക്കുന്നത്? ഈ ചിത്രത്തിലായിരിക്കും ജലത്തിൻ്റെ പ്രവാഹം സാധ്യമാവുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ എ എന്ന ഈ ഭാഗത്ത് ബിയെ അപേക്ഷിച്ച് ജലനിരപ്പ് കൂടുതലാണ്. അതുകൊണ്ട് എയിൽ സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാവുന്ന ഊർജമാണ് സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. ഉയരം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സ്ഥിതികോർജവും വ്യത്യാസപ്പെടുന്നു. ഈ ഊർജ്ജനിലയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇവിടെ ജലപ്രവാഹം സാധ്യമായത്. ഇതുപോലെ ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം നിലനിർത്തുന്നതിന് അതിൻ്റെ അഗ്രങ്ങൾ തമ്മിൽ ഊർജ്ജനിലയിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു ബൾബിനെ ഒരു ചാലകം ഉപയോഗിച്ച് സ്വിച്ചുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഈ ബൾബ് പ്രകാശിക്കുവാനുള്ള സാധ്യതയുണ്ടോ? ഈ ബൾബ് ഒരിക്കലും പ്രകാശിക്കുകയില്ല. എന്തായിരിക്കും അതിനുള്ള കാരണം? ഈ പിയും ക്യൂവും തമ്മിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ വ്യത്യാസമില്ലാത്തതിനാലാണ് ഇവിടെ വൈദ്യുത പ്രവാഹം സാധ്യമാവാത്തതും ബൾബ് പ്രകാശിക്കാത്തതും. പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഒരു ചാലകത്തിൻ്റെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാകണമെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് എപ്പോഴും കറണ്ട് ഒഴുകുക. പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു കൂളോം ചാർജ് എത്തിക്കാൻ വേണ്ടി 1 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്
1 വോൾട്ട് ആയിരിക്കും. അതുകൊണ്ട് ഈ ബൾബ് തുടർച്ചയായി പ്രകാശിക്കണമെങ്കിൽ ഒരു ബാഹ്യ സ്രോതസ്സ് ഇവിടെ ആവശ്യമാണ്. ഇത്തരത്തിൽ വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്ന സ്രോതസ്സുകളെയാണ് EMFൻ്റെ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ് EMF എന്ന് നോക്കാം. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ വിദ്യുത് ചാലക ബലം. ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവാണ് EMF എന്ന് പറയുന്നത്. ഒരു വൈദ്യുത സ്രോതസ് തുറന്ന സർക്യൂട്ടിലായിരിക്കുമ്പോൾ അതിൻ്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ സെല്ലിൻ്റെ EMF. ഒരു സെല്ലിൻ്റെ EMF അളക്കുന്നത് വോൾട്ട് എന്ന യൂണിറ്റിലാണ്. ഡ്രൈ സെല്ലിൻ്റെ EMF 1.5 വോൾട്ട് ആയിരിക്കും. അടുത്തതായി നമുക്ക് EMFൻ്റെ ചില സ്രോതസ്സുകളൊന്ന് പരിചയപ്പെടാം. ജനറേറ്റർ, സെൽ, ഡൈനാമോ, ബാറ്ററി, സോളാർ സെൽ എന്നിവയെല്ലാം EMFൻ്റെ സ്രോതസ്സുകളാണ്. ഇനി ഇവയിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സെല്ലിൽ രാസോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഡൈനാമോയിൽ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അതുപോലെ ബാറ്ററിയിൽ രാസോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അതേസമയം സോളാർ സെല്ലിൽ പ്രകാശോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. പൊട്ടൻഷ്യൽ വ്യത്യാസവും EMFും അളക്കുന്നതിനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. ഈ രീതിയിലാണ് വോൾട്ട് മീറ്ററിനെ സൂചിപ്പിക്കുന്നത്. ഒരു വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ പോസിറ്റീവ് ഭാഗത്തോടും നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ നെഗറ്റീവ് ഭാഗത്തോടും ചേർന്ന് വരുന്ന രീതിയിൽ വേണം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ. അതുപോലെ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കേണ്ടതായ ബിന്ദുക്കളും വോൾട്ട് മീറ്ററും തമ്മിൽ സമാന്തരമായാണ് ഘടിപ്പിക്കേണ്ടത്. എന്താണ് ഒരു ബാറ്ററി? ഒന്നിലധികം സെല്ലുകൾ ഉചിതമായ രീതിയിൽ ബന്ധിപ്പിച്ചാൽ അതൊരു ബാറ്ററിയായി മാറും. ഒന്നാമതായി ശ്രേണി രീതിയിലും രണ്ടാമതായി സമാന്തര രീതിയിലും നമുക്ക് സെല്ലുകളെ പരസ്പരം ബന്ധിപ്പിക്കാവുന്നതാണ്. ഒന്നാമതായി നമുക്ക് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സെല്ലിൻ്റെ പോസിറ്റീവിനെ രണ്ടാമത്തേതിൻ്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ തുടർച്ചയായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ. ശ്രേണി രീതിയിൽ ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ 3 സെല്ലുകൾ കാണാം. ഓരോ സെല്ലിൻ്റെയും EMF 1.5 വോൾട്ടാണ്. അപ്പോൾ ഈ സർക്യൂട്ടിലെ ആകെ EMF 3 × 1.5 ആയിരിക്കും. അതായത് 4.5 ആയിരിക്കും ആകെ EMF. അതുപോലെ തന്നെ ശ്രേണി രീതിയിൽ ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കും. ടോർച്ചിലും റിമോട്ടിലുമൊക്കെ നമ്മൾ ഈ രീതിയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. അടുത്തതായി സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സെല്ലുകളുടെ ഒരേ ധ്രുവങ്ങളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന രീതിയാണ് സമാന്തര രീതി. സമാന്തര രീതിയിൽ ഒരേ EMFലുള്ള സെല്ലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആകെ EMF സർക്യൂട്ടിലെ ഒരു സെല്ലിൻ്റെ EMFന് തുല്യമായിരിക്കും. അതായത് ഓരോ സെല്ലിൻ്റെയും EMF 1.5 വോൾട്ടാണ്. ഈ സർക്യൂട്ടിലെ ആകെ EMF ഒരു സെല്ലിൻ്റെ EMFന് തുല്യമായിരിക്കും. അതായത് ഇതിനകത്തെ ആകെ EMF എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആയിരിക്കും. കുറഞ്ഞ വോൾട്ടതയിൽ കൂടുതൽ സമയം കൂടുതൽ കറണ്ട് ലഭ്യമാക്കാൻ നമുക്ക് സമാന്തര രീതി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് നോക്കാം. വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ് വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ്
വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട്. അതായത് Q കൂളോം ചാർജ് t സെക്കൻഡ് സമയം കൊണ്ട് പ്രവഹിച്ചാൽ 1 സെക്കൻഡിൽ ഒഴുകുന്ന വൈദ്യുത ചാർജ് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ചാർജിൻ്റെ അളവ് ഡിവൈഡഡ് ബൈ പ്രവഹിച്ച സമയമായിരിക്കും. അതായത് കറണ്ട് I = Q/T ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ചാർജിൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സമയത്തിൻ്റെ യൂണിറ്റ് ആയിരിക്കും കറണ്ടിൻ്റെ യൂണിറ്റ്. അതായത് ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ഡിവൈഡഡ് ബൈ സമയത്തിൻ്റെ യൂണിറ്റായ സെക്കൻഡ്. കൂളോം ഡിവൈഡഡ് ബൈ സെക്കൻഡാണ് കറണ്ടിൻ്റെ യൂണിറ്റ്. കൂളോം ബൈ സെക്കൻഡാണ് ആംപിയർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ, പ്രതീകം ക്യാപിറ്റൽ A. മില്ലി ആംപിയർ, മൈക്രോ ആംപിയർ എന്നിവയെല്ലാം കറണ്ടിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. ഒരു അമ്മീറ്റർ ഘടിപ്പിക്കുന്ന സമയത്ത് ഈ ഉപകരണത്തിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ പോസിറ്റീവിനോടും നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ നെഗറ്റീവിനോടും ബന്ധിപ്പിക്കണം. ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ എപ്പോഴും ശ്രേണിയായി ഉൾപ്പെടുത്തണം. അമ്മീറ്ററിലെ സൂചി കറണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ചലിക്കുന്നത്. സൂചിയുടെ സ്ഥാനം നോക്കി കറണ്ട് നമുക്ക് അളക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് കറണ്ടും പൊട്ടൻഷ്യൽ വ്യത്യാസവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഓംസ് ലോ അല്ലെങ്കിൽ ഓം നിയമം എന്താണെന്ന് നോക്കാം. ഒരു 30 സെൻറ്റിമീറ്റർ നീളമുള്ള നിക്രോം കമ്പി, ഒരു സെൽ, സ്വിച്ച്, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ എന്നിവ ഉൾപ്പെടുത്തിയ ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ടിൽ ശ്രേണി രീതിയിൽ സെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കറണ്ടും പൊട്ടൻഷ്യൽ വ്യത്യാസവും തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് നോക്കാം. ഈ സർക്യൂട്ടിൽ ഒരു സെല്ല് ഉപയോഗിക്കുന്ന സമയത്ത് വോൾട്ട് 1, ആംപിയർ 0.5. 2 സെല്ലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് വോൾട്ട് 2, ആംപിയർ 1. 3 സെല്ല് ഉപയോഗിക്കുന്ന സമയത്ത് വോൾട്ട് 3, ആംപിയർ 1.5. ഇനി നമുക്ക് ഓരോ സമയത്തും V/I എത്രയാണെന്ന് നോക്കാം. സെല്ലുകളുടെ എണ്ണം 1 ആയിരിക്കുന്ന സമയത്ത് V/I 2, 2 ആയിരിക്കുന്ന സമയത്ത് V/I 2, 3 ആയിരിക്കുന്ന സമയത്ത് V/I എന്ന് പറയുന്നതും 2 ആണ്. ഈ V/I എന്ന് പറയുന്നത് ഈ 3 സമയത്തും നമുക്കൊരു സ്ഥിരസംഖ്യയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ സർക്യൂട്ടിൽ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടും കൂടുന്നുണ്ട്. അതുകൊണ്ട് V ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു I. അതായത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുന്നു. അതുപോലെ V/I എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയുമാണ്. ഈ സ്ഥിരസംഖ്യയെയാണ് ചാലകത്തിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസിനെയാണ് R എന്ന അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് R = V/I. അതായത് പ്രതിരോധം R = V/I ആയിരിക്കും. പ്രതിരോധം R = V/I ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ടേജിൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ കറണ്ടിൻ്റെ യൂണിറ്റ്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്, അതുപോലെ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. അപ്പോൾ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് വോൾട്ട് ബൈ ആംപിയർ. ഈ വോൾട്ട് ബൈ ആംപിയർ എന്നത് ഓം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രതീകമാണ് ഒമേഗ എന്ന ഈ ഗ്രീക്ക് അക്ഷരം. ഒരു ഓം = 1 വോൾട്ട് ഡിവൈഡഡ് ബൈ 1 ആംപിയർ. അതായത് ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ളപ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ ആ ചാലകത്തിൻ്റെ പ്രതിരോധം 1 ഓം ആയിരിക്കും.
ഇനി എന്താണ് ഓം നിയമം എന്ന് നോക്കാം. താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ജോർജ് സൈമൺ ഓം എന്ന സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടെത്തിയത്. അതിനാൽ ഇത് ഓം നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു നിശ്ചിത പ്രതിരോധം ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളെയാണ് റെസിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധകം എന്ന് പറയുന്നത്. പ്രതിരോധകങ്ങളെ ഈ പ്രതീകം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി നമുക്ക് ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. പദാർത്ഥത്തിൻ്റെ സ്വഭാവം. 2. ഛേദതല പരപ്പളവ് അല്ലെങ്കിൽ കനം. 3. നീളം. 4. താപനില. നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രതിരോധത്തിലും മാറ്റം വരുന്നു. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ചാലകത്തിൻ്റെ ഛേദതല പരപ്പളവ് അല്ലെങ്കിൽ കനം കൂടുന്തോറും പ്രതിരോധം കുറയുന്നു. കനം കൂടുന്തോറും പ്രതിരോധം കുറയുന്നു. ചാലകത്തിൻ്റെ നീളം കൂടുന്തോറും പ്രതിരോധം വർദ്ധിക്കുന്നു. നീളം കൂടുന്തോറും പ്രതിരോധവും വർദ്ധിക്കുന്നു. അതുപോലെ ചാലകത്തിൻ്റെ താപനില കൂടുന്തോറും പ്രതിരോധവും വർദ്ധിക്കുന്നു. അതായത് ഒരു ചാലകത്തിൻ്റെ നീളം കുറയും തോറും പ്രതിരോധം കുറയുന്നു എന്ന കാര്യം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ പ്രതിരോധം കുറയുമ്പോൾ വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായിരുന്നാൽ പ്രതിരോധവും കറണ്ടും വിപരീത അനുപാതത്തിലായിരിക്കും. അതേസമയം ഒരേ കനമുള്ള ഒരു ചാലകത്തിൻ്റെ നീളവും അതിൻ്റെ പ്രതിരോധവും നേർ അനുപാതത്തിലും ആയിരിക്കും. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. ഇതാണ് ഒരു റിയോസ്റ്റാറ്റ്. ഈ ചിത്രത്തിലെ AB എന്നത് ഒരു ഇൻസുലേറ്ററിൻ്റെ പുറത്ത് ചുറ്റിയിരിക്കുന്ന പ്രതിരോധ കമ്പി അല്ലെങ്കിൽ വയറാണ്. CD എന്ന ചാലകത്തിലൂടെ സമ്പർക്കകം അല്ലെങ്കിൽ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ചലിപ്പിക്കുന്നത് വഴി സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ പ്രതിരോധത്തിൽ വരുന്ന ഈ മാറ്റം സർക്യൂട്ടിലെ കറണ്ടിനെ നിയന്ത്രിക്കുന്നു. ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി കറണ്ടിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണമാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. റിയോസ്റ്റാറ്റിനെ സൂചിപ്പിക്കുന്നത് ഈ പ്രതീകം ഉപയോഗിച്ചാണ്. യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിൻ്റെ പ്രതിരോധമാണ് റെസിസ്റ്റിവിറ്റി. റോ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിച്ചാണ് റെസിസ്റ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നത്. നിശ്ചിത താപനിലയിലുള്ള ഒരു പദാർത്ഥത്തിൻ്റെ റെസിസ്റ്റിവിറ്റി എപ്പോഴും സ്ഥിരമായിരിക്കും. അതുപോലെ തന്നെ വ്യത്യസ്ത പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത റെസിസ്റ്റിവിറ്റിയുമായിരിക്കും. അടുത്തതായി നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഇൻറ്റു ഛേദതല പരപ്പളവിൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ നീളത്തിൻ്റെ യൂണിറ്റാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. അതായത് പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം, ഛേദതല പരപ്പളവിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അതായത് ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. ഒരു ചാലകത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമത്തെയാണ് ആ ചാലകത്തിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്ന പ്രതീകം സിഗ്മ എന്ന ഗ്രീക്ക് അക്ഷരമാണ്. 1/ഓം മീറ്റർ ആണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. ബേസിക് സയൻസിലെ കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ധാരാവൈദ്യുതി എന്ന പാഠഭാഗമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.